Hello, good morning. Hello. Morning, Miss. Good morning, Miss. കേൾക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യന് ചെയ്തില്ലേ? ഞാൻ നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്ത് നോക്കിയോ? ഇതായിരുന്നല്ലേ ക്വസ്റ്റ്യന്? മിസ്റ്റർ രാജ് joins a company in December 1, 2016 on a pay scale of rupees 12,000, 1,000, 25,000. As per the terms of employment, salary becomes due on the last day of each month. Compute basic salary for the current PY. ചെയ്തൊക്കെയോ കുട്ടികളെ? ആരും ചെയ്തൊക്കെയില്ല? ഓക്കെ, എന്നാ ഒന്ന് ചെയ്തു നോക്കൂ. അയാളുടെ 2000
1920-ലെയും അതുപോലെ തന്നെ 2021-ലെയും സാലറി നമുക്ക് ആവശ്യമുണ്ടാവും അല്ലേ? കാരണം അയാൾ ഡിസംബറിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അയാളുടെ സാലറി ഒന്ന് നോക്കി നോക്കൂ. ഒന്നുകൂടെ ഞാൻ ചെയ്തുതരാം, ഒന്ന് നോക്കൂ കേട്ടോ. അതായത് 1/12/2016 അയാൾ ജോലിക്ക് ജോയിൻ ചെയ്തു. അപ്പം അയാൾക്ക് 12,000 റുപ്പീസ് ആണ് ഡിസംബറിലെ സാലറി ആയിട്ട് കിട്ടുക. 12,000 റുപ്പീസ്. ഓക്കെ, നെക്സ്റ്റ് ഡിസംബർ മുതൽ അയാൾക്ക് കിട്ടുന്നത് 1000 രൂപ ഇൻക്രിമെന്റിന് ശേഷം 13,000 റുപ്പീസ്. ക്ലിയർ ആണല്ലോ? ഗെയിൻ 2018 ആകുമ്പോൾ അഗെയിൻ 1000 രൂപ ഇൻക്രിമെന്റിന് ശേഷം അയാളുടെ സാലറി 14,000. ഡിസംബർ 2019 മുതൽ അയാളുടെ സാലറി 15,000. നെക്സ്റ്റ് 2020 ഡിസംബർ ആകുമ്പോൾ അയാളുടെ സാലറി 16,000. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവും അല്ലേ? നമുക്ക് 21 മാർച്ച് വരെയുള്ള കണക്കാണ് വേണ്ടത്. ഇതൊക്കെയാണല്ലോ. നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്തായിരുന്നു? ദ ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് മന്ത്. ഞാൻ അതിനെ ബോൾഡ് ആയിട്ട് കൊടുത്തത്. സാലറി ഡ്യൂ ആവുന്നത് ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് മന്ത് ആണെന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഡിസംബറിലെ സാലറി ഡിസംബറിൽ ഡ്യൂ ആവുന്നു ലാസ്റ്റ് ഡേ. ജനുവരി ലാസ്റ്റിൽ ഡ്യൂ ആവുന്നു. മാർച്ച് ലാസ്റ്റിൽ ഡ്യൂ ആവുന്നു അല്ലെ? ഓക്കെ, നമുക്ക് ബേസിക് സാലറി കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഏതൊക്കെയാണ് എടുക്കേണ്ടത്? ഏതാണ് നമ്മുടെ PY പറയോ? ഏപ്രിൽ പറയണില്ല. PY ഒക്കെ ഉണ്ട്, വെള്ളം പോലെ പറയണ്ടേ. ഏതാണ് PY? പ്രീവിയസ് ഇയർ ഏതാ? ഏത് വർഷത്തെ കാൽക്കുലേഷൻസ് നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് ഏപ്രിൽ വർഷം 2020 ടു ഏത് വരെയാ? മാർച്ച് 2021. ഓക്കെ, അപ്പൊ ആ കാലയളവിലുള്ള ഇങ്കാണ് നമ്മൾ എടുക്കുന്നത്. അത് എപ്പോഴും മനസ്സിൽ വേണം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? ഏപ്രിൽ 2020 മുതൽ മാർച്ച് 2021 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് മനസ്സിലുണ്ടായാൽ കൺഫ്യൂഷൻ വരില്ല. അപ്പൊ ഇവിടെ നോക്ക് നമ്മൾ. അപ്പൊ ഇത് ഏതൊക്കെ ഉണ്ടാവും? ഇവിടെ 2019 മുതൽ ഡിസംബർ 1/12/2020 മുതൽ 16,000 ആണ് അല്ലേ? അപ്പൊ ഇവിടെ ഏതൊക്കെ വരും? ഡിസംബറിലെ സാലറി, ജനുവരിയിലെ സാലറി, ഫെബ്രുവരിയിലെ സാലറി, മാർച്ചിലെ സാലറി. 16,000 4 മാസത്തല്ലേ ആവുള്ളൂ കുട്ടികളെ? അല്ല, ഈ 16,000 ആണ് അയാളെ 4 മാസം വാങ്ങിയത്. ഡിസംബറിലെ, ജനുവരിയിലെ, ഫെബ്രുവരിയിലെ, മാർച്ചിലെ. ഓക്കെ, നെക്സ്റ്റ് ബാക്കി 8 മാസോ 12 മാസം ഉണ്ടാവുമല്ലോ. ബാക്കി 8 മാസം അയാൾ വാങ്ങിയത് 15,000 ആണ്. അതായത് നമ്മൾ ഏത് നോക്കണം? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. ഓക്കെ, അപ്പം 8 മാസം അയാൾ വാങ്ങിയത് 15,000. അതേപോലെ 4 മാസം അയാൾ വാങ്ങിച്ചത്, അയാൾക്ക് കിട്ടിയത് 16,000 ആണ്. പിന്നെ സുഖല്ലേ? 15,000 into 8 plus 16,000 into 4. ഓക്കെ, ഇങ്ങനെ ചെയ്താലും മതിയാ. ലാസ്റ്റത്തെ ആദ്യം എടുക്കപ്പോ 4 മന്ത്, ബാക്കി 12 മന്തിലേക്ക് 8 മന്ത്, അങ്ങനെ ചെയ്ത് കാൽക്കുലേഷൻ ചെയ്താലും മതി. ഓക്കെ, അപ്പൊ നോക്കൂ. ഫസ്റ്റ് ഏപ്രിൽ 2020 മുതൽ 31 മാർച്ച്. ഇപ്പൊ ഞാൻ ഈ ഡേറ്റ് ഒഴിവാക്കി തരാട്ടോ. വേണമെങ്കിൽ ഞാൻ ഈ ഫസ്റ്റ് ഏപ്രിൽ ഇതിങ്ങനെ കൊടുക്കണം. എന്തിനാ അറിയോ? നിങ്ങൾക്ക് എന്താണ് ആ ഒരു PYയും കൂടെ ഒന്ന് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏപ്രിൽ മുതൽ നവംബർ വരെയുള്ള അയാളുടെ സാലറി 15,000. സോ 15,000 into 8 1,20,000. ക്ലിയർ ആവണില്ലെങ്കിൽ പറയണേ. ജസ്റ്റ് ഒരു ഇന്റർനെറ്റ് കണക്ഷൻ അൺസ്റ്റേബിൾ എന്നൊക്കെ കാണിക്കാറുണ്ട് അവിടെ. ഓക്കെ, നെക്സ്റ്റ് ബാക്കിയുള്ള, അതായത്
ഇപ്പൊ നവംബർ വരെ ആയിട്ടുള്ളൂ. ഡിസംബർ മുതൽ അയാളുടെ സാലറിയിൽ ഇൻക്രിമെന്റ് ഉണ്ട്. സോ സാലറി ഫ്രം 1st December to 2020 to 31st March. ഇനി ഞാൻ പറഞ്ഞല്ലോ ഡിസംബർ ടു മാർച്ച് എന്ന് കൊടുത്താലും മതി കേട്ടോ. ഡിസംബർ ടു മാർച്ച് എന്ന് കൊടുത്താലും മതി. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ അങ്ങനെ കൊടുത്താലും മതി. എനിക്ക് ആ ഒന്ന് ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് അങ്ങനെ ചെയ്തത്. 1st December മുതലുള്ള സാലറിയിൽ ഇൻക്രിമെന്റ് ഉണ്ടാവും എന്നുള്ള രീതിക്ക്. ഓക്കെ, അഗെയിൻ നമുക്ക് എത്ര കിട്ടിയാണ്? 64,000. ടോട്ടൽ അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന ബേസിക് സാലറി എത്രയായിരിക്കും? 1,84,000. ഇതിനകത്ത് ആർക്കാ കൺഫ്യൂഷൻ ഉള്ളതെന്ന് പറയൂ. മനസ്സിലായവരും പറയാ, കൺഫ്യൂഷൻ ഉള്ളവരും പറയാം. എന്നാലേ ഉള്ളൂ ക്ലിയർ. മനസ്സിലായവര് മനസ്സിലായി എന്ന് പറഞ്ഞോളൂ. എങ്ങനെയാ? കേട്ടില്ല. ഉച്ചത്തിൽ പറയൂട്ടോ. റിപ്പീറ്റ് ചെയ്യാനാണോ? എനിക്ക് കേൾക്കാത്തോണ്ടാണോ അറിയില്ല. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ? ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് ഓക്കെ, നമ്മുടെ അടുത്ത് പറഞ്ഞത് അയാള് December 1 ജോലിക്ക് ജോയിൻ ചെയ്തത് അല്ലേ? അപ്പം December 1, 2016 മുതൽ November 2017 വരെ അയാൾക്ക് കിട്ടിയത് 12,000 രൂപ. ശരിയാണല്ലോ? നിങ്ങൾ ആ ഓരോ സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ ക്ലിയർ ആയെങ്കിൽ പറയാം കേട്ടോ. അത് ക്ലിയർ ആണല്ലോ? ഹലോ, ഓക്കെ. അതായത് November 2017 വരെ 12,000 രൂപ കിട്ടും, 12 മാസം. നെക്സ്റ്റ്, ഇത് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ അസസ്മെന്റ് ഇയറും PYയും തുടങ്ങുന്നത് ഏപ്രിലാണ്. പക്ഷെ ജോലിക്ക് ജോയിൻ ചെയ്തത് ഏപ്രിൽ ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് December 2017 നമ്മൾ അയാളുടെ ബേസിക് സാലറി ആണെങ്കിൽ December 2017 മുതൽ November 2018 വരെ അല്ലെ അയാൾക്ക് കിട്ടുന്ന സാലറി എന്തായിരിക്കും? പെർ മന്ത് 13,000. ഓക്കെ, 1000 രൂപയാണ് ഇൻക്രിമെന്റ് ഉള്ളത്. നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ അയാളുടെ സാലറി 14,000. നമ്മളിത് ചെയ്യുന്ന എന്തിനാ? അയാളുടെ ഇപ്പോഴത്തെ സാലറി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ December 2019 ആകുമ്പോൾ അയാളുടെ സാലറി 15,000 ആകും. December 2020 ആകുമ്പോൾ അയാളുടെ സാലറി 16,000 ആവും. നമുക്കറിയേണ്ടത് ഈ വർഷം, അതായത് ഈ PYയില്, ഈ വർഷം എന്ന് പറയുമ്പോൾ ഈ PYയില് പ്രീവിയസ് ഇയറിൽ അയാൾക്ക് കിട്ടിയ സാലറി എത്രയാണ് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്കറിയാം നമ്മുടെ പ്രീവിയസ് ഇയർ തുടങ്ങുന്നത് April 2020 അവസാനിക്കുന്നത് March 2021. അപ്പം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ്? April 2020 മുതൽ March 2021 വരെ അയാൾ ഏൺ ചെയ്തിട്ടുള്ള സാലറി എത്രയാണ് എന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കൂടെ പറയാം, അയാളുടെ ഇൻക്രിമെന്റ് ഡിസംബറിലാണ് ഉണ്ടാവുന്നത്. പക്ഷെ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുന്നത് April 2020 to March 2021 ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ കുട്ടികളെ, December 2020 അയാളുടെ സാലറി 16,000 ആണ് അല്ലെ? ഞാൻ 21 17,000 ആവുക. അപ്പൊ നമ്മുടെ PY മാറി. നമ്മുടെ PY March 21 വരെയുള്ളൂ. അപ്പൊ നോക്കൂ നിങ്ങൾ, അയാൾ എത്ര മാസമായിരിക്കും 16,000 rupees വാങ്ങിയിട്ടുണ്ടാവുക മാർച്ച് ആകുമ്പോഴത്തേക്ക്? മാർച്ച് ആവുന്നതിന് 4 month. അത് ക്ലിയർ ആണല്ലോ? അപ്പൊ നോക്കൂ, ഡിസംബറിൽ അയാൾക്ക് 16,000 കിട്ടി, ഡിസംബറിൽ കിട്ടി, ജനുവരിയിൽ കിട്ടി, ഫെബ്രുവരിയിൽ കിട്ടി, മാർച്ചിൽ കിട്ടി. അപ്പൊ അവസാനത്തെ 4 മാസം അയാൾക്ക് 16,000 rupees ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അല്ലെ? നിങ്ങളെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. എനിക്ക്
ഡിസംബർ 2019 മുതൽ നിങ്ങൾക്ക് 15,000, ഡിസംബർ 2020 മുതൽ 16,000 ആണ് സാലറി കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഏപ്രിൽ 2020 മുതൽ മാർച്ച് 2021 വരെയുള്ള നിങ്ങളുടെ സാലറി എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ലാസ്റ്റത്തെ 4 മാസം 16,000 കിട്ടി. ഓക്കെ, ഇനിയോ ഇനിയിപ്പോ ഏതാ ഡിസംബർ മുതൽ നമ്മൾ എടുത്തു. അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങാട്ടോ. ഏപ്രിൽ 2020 എന്ന് പറയുന്നത് ഈ ക്ലാസ്സിലാണ് വരിക അല്ലെ, ഈ ഒരു ഭാഗത്താണ് വരിക. അതായത് 1/12/2019 വരിക, ഏപ്രിൽ വരും ഇവിടെ അല്ലേ. അപ്പൊ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, 8 മാസം അയാൾക്ക് എത്ര കിട്ടിയിട്ടുണ്ടാവും? 15,000. 8 മാസം അയാൾക്ക് 15,000 കിട്ടി. അതിൽ കൺഫ്യൂഷൻ ഉണ്ടോ? നിങ്ങളെ തന്നെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. പിന്നെയുള്ള 4 മാസോ, അതായത് ഡിസംബർ മുതൽ അയാൾക്ക് 16,000 രൂപ കിട്ടണേ. അപ്പൊ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെയുള്ളത് നമ്മൾ കണക്കിലെപ്പെടുത്തുള്ളൂ അല്ലെ. മാർച്ച് ആകുമ്പോൾ നമ്മളെ വർഷം അവസാനിച്ചു. നമുക്ക് ന്യൂ ഇയർ ഏപ്രിൽ 1-നാണ്, ജനുവരി 1-നല്ല അല്ലെ. ഫിനാൻഷ്യൽ ഇയർ അങ്ങനെയല്ലേ. ഓക്കെ, ന്യൂ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നത് ഏപ്രിൽ 1-നാണ്. അപ്പൊ ആ ഒരു രീതിക്ക് എടുക്കാം. അപ്പൊ ഇനി സുഖമാണ്. 8 into 15,000 4 into 16,000 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയാളൊരു കഴിഞ്ഞ കൊല്ലം വാങ്ങിയ സാലറി കിട്ടും അല്ലെ. 15,000 1,20,000. നെക്സ്റ്റ് 4 into 16,000, that is 64,000. Total basic pay 1,84,000. ഇപ്പം ക്ലിയർ ആയോ? ഇനി ക്ലിയർ ആവാത്തവരാരാ ഉണ്ടോ? ഏതെങ്കിലും സ്റ്റെപ്പിൽ എവിടെയാണ് കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ അത് ചോദിക്കുക. സിമ്പിൾ കണക്കല്ലേ, നമ്മളതിലും വലിയ കണക്ക് പഠിച്ച ആൾക്കാരല്ലേ അല്ലെ. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ച് മനസ്സിലാക്കണം, അതേ ഉള്ളൂ. ജോലിക്ക് ജോയിൻ ചെയ്തതും നമ്മുടെ ഫിനാൻഷ്യൽ ഇയറും അത് തമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിലും എൻഡ് ചെയ്യുന്നതിലും വ്യത്യാസമുണ്ട് അല്ലേ. അതായത് ഇപ്പം ജോലിക്ക് ജോയിൻ ചെയ്ത ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ മാസം മുതൽ പിന്നീട് ആ മാസം വരെ എന്താണ് അയാൾക്ക് സെയിം സാലറി ആയിരിക്കും. പക്ഷെ നമ്മൾ ഫിനാൻഷ്യൽ ഇയറിൽ വരുന്ന സമയത്ത്, പ്രീവിയസ് ഇയറിൽ വരുന്ന സമയത്ത് ഏപ്രിൽ ടു മാർച്ച് ആണ് വരുന്നത്. അതിൻ്റെ ആ ഒരു ജസ്റ്റ് കാൽക്കുലേഷൻസ് അറിഞ്ഞാൽ മതി. ഓക്കെ, നെക്സ്റ്റിക്ക് മൂവ് ചെയ്യട്ടെ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ രാജ് ജോയിൻസ് എ കമ്പനി ഓൺ December 1, 2017. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ബേസിക് സാലറി കാൽക്കുലേഷൻ മാത്രമാണ് കേട്ടോ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഗ്രോസ് സാലറി കാൽക്കുലേഷനിൽ ഒരു ഏറ്റവും ചെറിയൊരു സ്റ്റെപ്പ് മാത്രമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ബേസിക് സാലറി തരും, എന്നാലും നമ്മളത് അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ചിലപ്പോൾ അത് അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ പിന്നെ വിട്ടുപോകും. ഓക്കെ, അതുകൊണ്ട് ബേസിക് സാലറി കാൽക്കുലേഷൻ എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി തന്നെ വേണം. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തരും, എന്നാലും നമുക്കത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയണം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മിസ്റ്റർ രാജ് ജോയിൻസ് എ കമ്പനി ഓൺ December 1, 2017 on a pay scale of 12,000, 1,000, 25,000. As per the terms of employment, salary becomes due on the first day of next month. Compute basic salary for the current period. എന്താണ് നേരത്തെ ക്വസ്റ്റ്യനും ഇപ്പോഴത്തെ ക്വസ്റ്റ്യനും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് വ്യത്യാസം? സാലറി ഡ്യൂ ആവുന്നതിൽ വ്യത്യാസമുണ്ട് അല്ലെ. നേരത്തെ ഞാൻ അവിടെ ബോൾഡ് ആയിട്ട് കൊടുത്തിരുന്നത് എന്താണ്? ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് മന്ത് ആണ് സാലറി ഡ്യൂ ആവുന്നത്. ജനുവരിയിലെ സാലറി ജനുവരി 31 ഡ്യൂ ആവും. ഓക്കെ, അങ്ങനെ വരുമ്പോ മാർച്ചിൽ സാലറി മാർച്ച് 31 ഡ്യൂ ആയിട്ടുണ്ടാവും. എന്നാൽ ഇവിടെ എന്താ പറഞ്ഞത്? അടുത്ത മാസം 1-ാം തീയതിയാണ്, അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റിലാണ്, അതായത് ഫസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ് മന്ത് എന്ന് പറയുമ്പോൾ അടുത്ത മാസം 1-ാം തീയതിയാണ് സാലറി ഡ്യൂ ആവുള്ളൂ. ഡ്യൂ ആവാതെ കിട്ടൂലല്ലോ അല്ലെ. നമ്മൾ പഠിച്ചു, ഒന്നെങ്കിൽ ഡ്യൂ ആവണം അല്ലെങ്കിൽ റിസീവ് ചെയ്യണം.
ആദ്യം വരിക ഡ്യൂ ആണ്. അപ്പം ഓൾറെഡി അത് ഡ്യൂ ആവാതെ നമുക്കത് റിസീവ് ചെയ്യാനുള്ള ചാൻസ് ഒന്നും അവിടെ ഇല്ല എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മളവിടെ ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം. അപ്പൊ ജനുവരിയിലുള്ള സാലറി നമുക്ക് എന്നേ കിട്ടുള്ളൂ? 31-ാം തീയതി കിട്ടില്ല, ഫെബ്രുവരി 1-ാം തീയതിയേ കിട്ടുള്ളൂ അല്ലെ? ജനുവരിത്തെ ഫെബ്രുവരി കിട്ടിയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഫെബ്രുവരിത്തതോ മാർച്ച് 1-ാം തീയതിയാ കിട്ടുക. മാർച്ചിത്തെ സാലറി എന്നാ കിട്ടുക കുട്ടികളെ? എന്നായിരിക്കും കിട്ടുക? ഏപ്രിൽ. പക്ഷെ അവിടെ ഒരു പ്രശ്നല്ലേ? ഇപ്പോ എന്താണ്? മാർച്ച് നമ്മുടെ വർഷം അവസാനിച്ചു, പിന്നെ നമുക്ക് അടുത്ത വർഷം കിട്ടുന്നത് ഡ്യൂ ആയിട്ടുമില്ല, കിട്ടിയിട്ടുമില്ല. അപ്പൊ അവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വേരിയേഷൻ അവിടെ വരും. അതുകൊണ്ട് നമ്മളത് എന്നാണ് ഡ്യൂ ആവുന്നത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ലാസ്റ്റ് ഡേ ഓഫ് ഈച്ച് മന്ത് ആണെങ്കിൽ നമുക്കൊരു പ്രശ്നമല്ല, ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പോകാൻ പറ്റും. ഫസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ് മന്ത് ആവുമ്പോൾ നമ്മൾ അവിടെ എടുക്കേണ്ട 12 മാസം ഏതൊക്കെയാ കാര്യം ഒന്ന് പറഞ്ഞേ. അവിടെ എടുക്കേണ്ട 12 മാസത്തെ സാലറി ഏതൊക്കെ മാസത്തെ സാലറി ഒക്കെ നമ്മൾ എടുക്കേണ്ടി വരിക? ബാക്കിൽ നിന്ന് പോവാം. മാർച്ചത്തെ എടുക്കാൻ കഴിയോ? അത് ഏപ്രിലുള്ളൂല്ലേ കിട്ടുള്ളൂ. അതെ, നമുക്ക് 2021 മാർച്ചത്തെ എടുക്കാൻ പറ്റില്ല. ഓക്കെ, പിന്നെ ഏതെടുക്കാം? ഫെബ്രുവരിത്തെ സാലറി എടുക്കാം അല്ലെ? അത് കിട്ടിയിട്ടുണ്ടാവും. പിന്നെയോ ജനുവരിത്തെ എടുക്കാം, ഡിസംബറത്തെ കിട്ടിയിട്ടുണ്ടാവും, നവംബറത്തെ കിട്ടിയിട്ടുണ്ടാവും, ഒക്ടോബറത്തെ കിട്ടിയിട്ടുണ്ടാവും, സെപ്റ്റംബറത്തെ കിട്ടിയിട്ടുണ്ടാവും, ഓഗസ്റ്റത്തെ കിട്ടിയിട്ടുണ്ടാവും, ജൂലൈത്തെ കിട്ടിയിട്ടുണ്ടാവും, ജൂണത്തെ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? മെയ്യില് കിട്ടിയിട്ടുണ്ടാവും, ഏപ്രിലത് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ 11 മാസത്താണോ ഉണ്ടാവുക? ആണോ? അല്ല. കഴിഞ്ഞ കൊല്ലം മാർച്ചത്തത് കിട്ടാണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഏപ്രിൽ എടുക്കണ്ടേ അല്ലേ? ഏപ്രിൽ 1-ാം തീയതി തന്നെ നമുക്ക് കഴിഞ്ഞ കൊല്ലം മാർച്ചത്തെ സാലറി കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയല്ലേ വരിക? കിട്ടിയില്ലേ? അതായത് നമ്മുടെ എഴുതി കാണിക്കാം, പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് എഴുതിയിട്ട് കാണിക്കാം. ഓക്കെ, അപ്പൊ 2020 2021 അല്ലെ? ഇതാണ് നമുക്ക് എടുക്കാനുള്ളത്. അപ്പൊ നമുക്ക് കണക്കൂട്ടി നോക്കാം. ഞാൻ ബാക്കിൽ നിന്ന് മുന്നിക്ക് കണക്കൂട്ടിയത് അതിന് വേണ്ടിയിട്ടാണ്, നമുക്ക് മാർച്ചത്തെ കിട്ടിയില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി മുന്നിൽ തന്നെ ബാക്ക് കണക്കൂട്ടി ചെയ്യുക. നമുക്ക് മാർച്ചത്തെ സാലറി ഏപ്രിലിൽ കിട്ടിയിട്ടുണ്ടാവും. മാർച്ചത്തെ സാലറി മാർച്ച് 2020 കിട്ടിയിട്ടുണ്ടാവും. പിന്നെയോ ഏപ്രിൽ, മെയ്, ജൂൺ, നമുക്കത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ? ജൂലൈ, അങ്ങനെ പോന്ന് ഓഗസ്റ്റ് 2020 കിട്ടും, സെപ്റ്റംബർ കിട്ടും. ഇത് ഇത്രയും വാരി വലിച്ച് പറഞ്ഞതിന് നിങ്ങൾക്ക് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിട്ടാട്ടോ. ഒക്ടോബർ കിട്ടും, നവംബർ 2020 കിട്ടും, ഡിസംബർ 2020 കിട്ടും. ഓക്കെ, ഇനിയോ ജനുവരിത്തെ കിട്ടിയിട്ടുണ്ടാവും 2021, ഫെബ്രുവരിത്തെ കിട്ടിയിട്ടുണ്ടാവും, ഇങ്ങനെയല്ലേ കിട്ടിയിട്ടുണ്ടാവുക? മാർച്ചത്തെ കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? ഒന്നും കൂടെ നോക്കുക. ഏപ്രിൽ 2020 മുതൽ മാർച്ച് 2021 വരെ നിങ്ങളെ കയ്യിൽ എത്ര രൂപ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ കണക്കൂട്ടാം? മാർച്ചത്തെ സാലറി ഏപ്രിലിൽ കിട്ടി, ഏപ്രിലത്തെ സാലറി മെയ്യിൽ കിട്ടി, മെയ്ത്തെ ജൂണിൽ കിട്ടി, അങ്ങനെ 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 പോന്നിട്ട് ജനുവരിത്തെ ഫെബ്രുവരിയിൽ കിട്ടി, ഫെബ്രുവരിത്തെ മാർച്ചിൽ കിട്ടി. അങ്ങനെയല്ലേ വരിക കുട്ടികളെ? അല്ലേ? ഇവിടെ
മാർച്ചത്തെ ഏപ്രിൽ ഇവിടെ എടുക്കാൻ പറ്റില്ല, മറിച്ച് നമ്മൾ അടുത്ത കൊല്ലായിരിക്കും മാർച്ചത്തെ സാലറി എടുക്കുക. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കാനുള്ളത് ഫസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ് മന്തിലാണ് സാലറി ഡ്യൂ ആവുന്നതെങ്കിൽ ഓക്കെ, കഴിഞ്ഞ വർഷത്തെ മാർച്ചത്തെ സാലറി നമുക്ക് ഈ വർഷത്തെ ഇൻകത്തിന്റെ കൂടെ എടുക്കേണ്ടി വരും. അതേസമയം ഈ വർഷത്തെ മാർച്ചത്തെ സാലറി നമുക്ക് കിട്ടിയിട്ടില്ല, അത് അടുത്ത കൊല്ലായിരിക്കും എടുക്കുന്നുണ്ടാവുക. നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് എന്താണ് നമ്മുടെ ഇൻകം കിട്ടിയത് അല്ലെങ്കിൽ ഡ്യൂ ആയതാണ് എടുക്കുന്നത് അല്ലെ. അപ്പം 2020 മാർച്ചത്തെ 2020 ഇപ്പൊ നമ്മൾ കിട്ടിയത് നോക്കിയാൽ മതി, ഇങ്ങനെ നോക്കിയാൽ മതി. ഏപ്രിൽ 1 കിട്ടിയത്, മെയ് 1 കിട്ടിയത്, ജൂൺ 1 കിട്ടിയത്, ജൂലൈ 1 കിട്ടിയത്, അങ്ങനെ നോക്കിയാലും മതി. അപ്പൊ എങ്ങനെയാണോ നിങ്ങൾക്ക് ക്ലിയർ ആവുക ആ ഒരു രീതിയിൽ നോക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 12,000 ആണ് അയാളുടെ ബേസിക് സാലറി. ജോയിൻ ചെയ്യുന്ന സമയത്ത് 1000 രൂപ വെച്ചിട്ടാണ് ഇൻക്രിമെന്റ് ഉള്ളത്. ഡിസംബർ 2017 അയാൾ ജോലിക്ക് ജോയിൻ ചെയ്തത്. അപ്പൊ നോക്കാം, മാർച്ച് 2020 ടു നവംബർ 2020 എത്ര കിട്ടിയിട്ടുണ്ടാവും കുട്ടികളെ? മാർച്ച് 2020 എടുക്കാൻ കാരണം മാർച്ചത്തെ സാലറി ഏപ്രിലാണ് കിട്ടിയത് അല്ലേ. അപ്പൊ ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 8 മാസത്തെ സാലറി അല്ലേ ഉണ്ടാവുക. നവംബർ ഒന്നുകൂടെ നോക്കാം. ഏപ്രിൽ കിട്ടിയത്, മെയ്യിൽ കിട്ടിയത്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റിൽ കിട്ടിയത്, സെപ്റ്റംബറിൽ കിട്ടിയത്, ഒക്ടോബറിൽ കിട്ടിയത്, നവംബറിൽ കിട്ടിയത്, അങ്ങനെ 9 മന്ത്സില് സാലറി അല്ലെ. ഒരു മിനിറ്റ്, എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ ഒന്ന് നോക്കട്ടെ. അതായത് 9 മാസത്തെ സാലറി അയാൾക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ടാവും? 14,000 കിട്ടിയിട്ടുണ്ടാവും അല്ലെ. നമുക്ക് സാലറി കാൽക്കുലേഷൻസ് നോക്കണോ? ഇനി നോക്കണോ? 9 months മിസ് 10 വരൂലേ? അല്ല, 10 എങ്ങനെ വരാ? ഒന്ന് നോക്കി നോക്കൂ. ഇപ്പോൾ നിലവിലുള്ള സാലറി എത്രയായിരിക്കും? അല്ലെ, 12,000. 2017 ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയൊക്കെ നമ്മൾ മുന്നേ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ 2016 ജോലിക്ക് ജോയിൻ ചെയ്ത ആളാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ സാലറി വരുന്നത് 15ഉം 16ഉം ആയിരിക്കും അല്ലേ. അപ്പൊ 14ഉം 15ഉം ആയിരിക്കും ഇവിടെ. 14ഉം 15ഉം അങ്ങനെയല്ലേ വരിക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്ക്. അതായത് 2017 12,000. ഓക്കെ, നെക്സ്റ്റ് 18 ഡിസംബറിൽ 13,000. 19 ഡിസംബർ മുതൽ 40,000. ഓക്കെ, നെക്സ്റ്റ് 20 ഡിസംബർ മുതൽ 50,000. നെക്സ്റ്റ് 21 ഡിസംബർ മുതൽ 16,000 അല്ല. പിന്നെ 22 ഡിസംബർ ആണ് നമുക്കിവിടെ വരില്ല. നമ്മളിവിടെ നോക്കുക. അപ്പം അയാൾക്ക് 15,000ഉം 16,000 ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലേ. ഓക്കെ, അപ്പൊ 16,000 ഏത് മുതലാണ്?
ഡിസംബറത്തെ സാലറി ആണ് കിട്ടുക. ഓക്കെ. അപ്പൊ ഈ 16,000 കിട്ടുന്നത് ഏതൊക്കെയാണെന്ന് നോക്കി നോക്കൂ. 16,000 ഏതൊക്കെ മാസത്തിന്റെ കിട്ടിയിട്ടുണ്ടാവും പറയൂ. ജനുവരി, ഫെബ്രുവരി, ഡിസംബറത്തെ കിട്ടില്ലേ? ഓക്കെ. അപ്പൊ ഡിസംബറത്തെ കിട്ടും. പിന്നെയോ ജാനുവരിത്തെ കിട്ടും. ഫെബ്രുവരി, ഡിസംബറത്തെ കിട്ടും, ജാനുവരിത്തെ കിട്ടും, ഫെബ്രുവരിത്തെ കിട്ടും അല്ലേ? 3 മാസത്തല്ലേ കിട്ടിയിട്ടുണ്ടാവുക, മാർച്ചത്തെ കിട്ടിയിട്ടുണ്ടാവില്ല. അതേസമയം 15,000 ഏതൊക്കെ മാസത്തെ കിട്ടിയിട്ടുണ്ടാവും കണക്കൂട്ടിട്ട് പറയൂ. കഴിഞ്ഞ കൊല്ലം മാർച്ചത്തെ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ പോന്നിട്ട് നവംബർത്തത് വരെ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. 9 മാസമല്ലേ? കറക്റ്റ് അല്ലേ? അല്ല കുട്ടികളെ? ടോട്ടൽ 12 മാസം ഉണ്ടാവും. ഇവിടെ 9, ഇവിടെ 3. എന്തായാലും നമുക്ക് ടോട്ടൽ 12 മന്ത്സിൽ ഇൻകം ഉണ്ടാവും. ഓക്കെ. ഓക്കെ, നമ്മുടെ കൊടുത്തത് 14,000 ആണ്. 15,000 അല്ലേ നമ്മൾ എടുത്ത? 15,000 into 9, 16,000 into 3. എത്ര പേരുണ്ട്? 15,000 into 9. ഇപ്പൊ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ എഴുതിയെടുക്കണം കേട്ടോ. 1,35,000. കേൾക്കണ്ടോ? ബോയ്സ് ആരെങ്കിലും കേൾക്കണ്ട ക്ലാസ്? അതൊക്കെ ഉണ്ടായിരിക്കാം. ക്ലിയർ ചെയ്ത് പോവാട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നമുക്ക് പഠിക്കാനുള്ളതാണ്. പിന്നെ നമ്മളത് അതായത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. 1,83,000 കിട്ടിയോ? നിങ്ങൾ കൂടെ ചെയ്ത് നോക്കുക. അപ്പൊ സ്ലോലല്ലേ ഞാൻ പറയുന്നത്, അതുകൊണ്ട് റഫായിട്ടെങ്കിലും ചെയ്ത് നോക്കുക. 1,83,000. ക്ലിയർ ആയ കുട്ടികളെ? ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഇത് തന്നെ നിങ്ങൾക്കുള്ള ഒരു ഹോംവർക്ക് ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തോളൂ. Miss Sheila joined the service of a company in Mumbai on a pay scale of 20,000, 1,000, 26,000, 2,000, 4,000, 40,000. On 1st July 2018, compute her basic pay for the PY. If salary, okay, ഞാൻ ഇവിടെ ഡേറ്റ് ഒന്ന് ജസ്റ്റ് മാറ്റുന്നുണ്ട് കേട്ടോ. 2019. Salary is due on the last day of each month. Salary is due on the first day of each month. അപ്പൊ ചെയ്യുമല്ലോ? ചെയ്യണം. എന്നാലേ ഉള്ളൂ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തിട്ട് അതിൻ്റെ ആൻസർ കിട്ടണം. അപ്പോഴേ ഉള്ളൂ നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യാന്നുള്ള ഒരു ഇത് മനസ്സിലാവുന്നത്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞത് ഓക്കെ, അതിങ്ങനെ ചെയ്യാലോ എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ ചെയ്ത എല്ലാവരും എനിക്ക് നാളെ ഞാൻ ആൻസർ ചോദിക്കാം. അപ്പൊ എനിക്ക് കാണിച്ചു തരണം നോട്ടില് വീഡിയോ ഓൺ ചെയ്തിട്ട്. ക്ലിയർ? നമ്മളീ ബേസിക് തന്നെ പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് അലവൻസുമായിട്ടാണ് തുടങ്ങാനുള്ളത് കേട്ടോ. അത് തുടങ്ങി കഴിഞ്ഞാൽ എന്തായാലും അവിടെ ഇവിടെ എത്തില്ല. ജസ്റ്റ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് മാത്രം പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് അലവൻസ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എന്തായിരുന്നു അലവൻസ്? ഒരാളൊന്ന് പറയാം, എന്തായിരുന്നു അലവൻസ്?
പറയാം. എന്തെങ്കിലും പറയാം അലവൻസിനെ കുറിച്ചിട്ട്. ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ്. ബേസിക് സാലറി. ബേസിക് സാലറിയുടെ മുകളിൽ കൊടുക്കുന്ന ഒരു ഫിക്സഡ് എമൗണ്ട് ആണ്. പിന്നെ എന്തായിരുന്നു അതിന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടാണ് കൊടുത്തിരുന്നത് അല്ലെ. മാത്രമല്ല ഒരു റെഗുലർ ഇന്റർവെല്ലിൽ കൊടുക്കുന്ന ഒരു എമൗണ്ട് ആണ്. അതന്നെയാണ് അലവൻസ്. അലവൻസ് ഇസ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് മണി പെയ്ഡ് റെഗുലർലി ബൈ ദി എംപ്ലോയർ ഇൻ അഡീഷൻ ടു ബേസിക് സാലറി ഇൻ ഓർഡർ ടു മീറ്റ് സം പേഴ്സണൽ ഓർ ഒഫീഷ്യൽ എക്സ്പെൻസസ് ഓഫ് ദി എംപ്ലോയി. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഡിയർനെസ് അലവൻസും മെഡിക്കൽ അലവൻസും. അപ്പൊ നമ്മൾ ബേസിക് സാലറി പഠിച്ചു കഴിഞ്ഞു. അടുത്ത എലമെന്റ് ആണ് നോക്കുന്നത് കേട്ടോ. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തില്ല എന്തൊക്കെയാണ് സാലറിയുടെ എലമെന്റ് എന്ന്. അപ്പൊ അതിലെ രണ്ടാമത്തെ എലമെന്റ് ആണ് അലവൻസ്. ഈ അലവൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് നോക്കുക. ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് നിർത്താം. ഈ അലവൻസുകളെ നമ്മൾ 3 രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫുള്ളി ടാക്സബിൾ അലവൻസ്, അലവൻസസ് എക്സംപ്റ്റഡ് ടു അപ് ടു എ സ്പെസിഫിക് ലിമിറ്റ്, ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. അപ്പൊ ഇനിയാണ് നമ്മൾ പ്രോബ്ലങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത്. ഈ ഫുള്ളി ടാക്സബിൾ അലവൻസിന്റെ പേരുകൾ നമ്മൾ പറയും, അതെന്താണെന്ന് പറയും, അതിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് അറിയണം. അതുപോലെ തന്നെ അലവൻസ് എക്സംപ്റ്റഡ് ടു സ്പെസിഫിക് ലിമിറ്റ്, അവിടെയാണ് നമുക്ക് കുറച്ചധികം കാൽക്കുലേഷൻസ് വരിക. അത് ഏതൊക്കെയാണെന്ന് അറിയണം, അതിന്റെ കാൽക്കുലേഷൻസ് ചെയ്യണം, ടാക്സബിൾ എമൗണ്ട് കണ്ടുപിടിക്കണം. എക്സംപ്റ്റഡ് അലവൻസും അത് തന്നെ. നിങ്ങൾ എല്ലാവരും ഒന്ന് അറ്റൻഡൻസ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ കേട്ടോ. ഓക്കെ, ഞാൻ അഥവാ വിളിച്ചു കഴിഞ്ഞില്ലെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ് ഇത്രയാണ് നമുക്ക് അതിനകത്തുള്ള 3 കാറ്റഗറീസ്. അപ്പൊ ഇതാണ് നമുക്ക് നാളെ പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അലവൻസിന്റെ ഇൻട്രൊഡക്ഷൻ ഒന്നും ഞാൻ പറയില്ല, ഇനി നേരെ അതിന്റെ ടൈപ്പിലേക്ക് പോവായിരിക്കും. ഫുള്ളി ടാക്സബിൾ അലവൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങുമായിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ മുമ്പ് നിങ്ങൾ ബേസിക് സാലറി തറവ് ആക്കിയിട്ട് വെക്കണം. നമ്മളിനി അലവൻസ് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ബേസിക് സാലറി മറക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. നമ്മളിതെല്ലാം വേറെ സെപ്പറേറ്റ് ഇങ്ങനെ പഠിക്കും. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ എന്ത് ചെയ്യും, കമ്പൈൻ ചെയ്യായിരിക്കും. ഓക്കെ, അപ്പൊ ഒരു തവണ മറന്നു പോയത് അപ്പത്തേക്ക്. ഓക്കെ, നമ്പർ പറഞ്ഞോളൂ, ലീവ് ചെയ്യരുത് കേട്ടോ. നമ്പർ പറഞ്ഞോളൂ. 1 ഓക്കെ, പെട്ടെന്ന് പറയാം. 2 3%. 2%. 4%. 5 absent. 6% miss. 7 7% miss. 8 8%. 9 miss. Okay, 10 10% miss. okay, 11 11% miss. 12 12% miss. 13 13% miss. 14 14% miss. 15 15% miss. 16 16% miss. 17 okay 17 18%. 18 19 19%. 20 20%. 21 21%. okay 22% miss. okay next 23%. 24%. 25%. 26%. okay 27%. 28%. 29 29%. 30 30%. 31 31%. 32 32%. 33 33 absent 34 Percent miss. okay 35 36%. 37 37%. 38 38%. 39 40 40%. 39. okay 39 go to 41 41% miss. 42 43 44 44% miss. 45 45% miss. 46 46. 47 46%. okay 47%. okay absent is number 5 33 42 43 ആരെങ്കിലും ഉണ്ടോ 43% miss. okay 43% 42
33, 5.